കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ട ആത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേർ ആസിഡ് കഴിച്ചു മരിച്ചു. രണ്ടാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രാജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിലാണ്. സരീഷ് പിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. സരീഷ്, എന്താണ് സരീഷ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെയാണ് ഒരു കുടുംബത്തിലെ 4 പേരെ ആസിഡ് കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ ശബ്ദം കേട്ട്, അതായത് അമ്പലത്തറ പുളിക്കാലിലെ സരീഷിലേക്ക് വരാം. ഇതിപ്പോൾ കാസർഗോഡാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേർ ആസിഡ് കഴിച്ചു മരിച്ചു. എന്താണ് ഈ മരണ കാരണം? എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് നടന്നത്? പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ എന്തെങ്കിലും കുടുംബ പ്രശ്നമാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, എന്തെങ്കിലും അസ്വാഭാവികത ഈ മരണത്തിന് പിന്നിലുണ്ടോ? അതൊക്കെയും അറിയണം. 3 പേർ ആസിഡ് കഴിച്ചു മരിച്ചു എന്നാണ്. ഈ ആസിഡ് കഴിച്ചു മരിച്ചു എന്നുള്ളത് പ്രാഥമിക നിഗമനമാണോ, അതോ അക്കാര്യങ്ങളിലുമൊക്കെയും വ്യക്തത വരേണ്ടതാണ്. സരീഷ്, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് സംഭവിച്ചത് അവിടെ? ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ശബ്ദം കേട്ട് നാട്ടുകാരാണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ പുളിക്കാലിലെ ഗോപി, ഒപ്പം ഭാര്യ ഇന്ദിര, മകൻ രാജേഷ്, മറ്റൊരു മകൻ രാകേഷ്, ഇവർ 4 പേരും ആസിഡ് കഴിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാരോട് ഇവർ തന്നെ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നു. പക്ഷേ ഒരാളുടെ മരണം അവിടെ വെച്ച് സ്ഥിരീകരിക്കുന്നു. പിന്നീട് ബാക്കി 3 പേരെയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് മറ്റ് 2 പേർ മരണത്തിന് കീഴടങ്ങുന്നത്. എന്തായാലും നിലവിൽ ഗുരുതരാവസ്ഥയിൽ മകൻ, അതായത് ഗോപിയുടെ മകൻ രാകേഷിനെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ അത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും നിലവിൽ ഗോപിയുടെ മൃതദേഹം ഇപ്പോൾ ഇന്ദിരയുടെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലും മറ്റു 2 മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലുമാണ്. ഈ മറ്റൊരു മകൻ, ഇളയ മകൻ രാകേഷിനെ പരിയാരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. അമ്പലത്തറ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. എന്തായാലും ആത്മഹത്യാ കുറിപ്പോ മറ്റോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവർ തന്നെയാണ്. നടപടികളൊക്കെ പൂർത്തിയായോ സരീഷ്? നിലവിൽ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് അകത്തേക്ക് മറ്റാരും കടക്കരുത്. അതായത് പുലർച്ചെ ഇവർ പുറത്തേക്ക് വരികയായിരുന്നു. വീട്ടിൽ നിന്നും ഛർദ്ദിക്കുന്ന ശബ്ദം ഉൾപ്പെടെ കേൾക്കുകയും തുടർന്ന് നാട്ടുകാർ വലിയ നിലവിളിയൊക്കെ കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ തന്നെയാണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആരും അകത്തേക്ക് കടക്കരുത്, മറ്റു തെളിവുകളോ ഉണ്ടെങ്കിൽ അത് അകത്തേക്ക് കടക്കരുത് എന്നൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ 9 മണി കഴിഞ്ഞായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുക. അതോടൊപ്പം തന്നെ ഇതിപ്പം ഈ ബന്ധുക്കൾ ആരെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? കൂട്ട ആത്മഹത്യയാണല്ലോ. നിലവിൽ ബന്ധുക്കളാരും തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ ഈ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോഴാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ പുറത്തു പോകാറില്ല, അതോടൊപ്പം തന്നെ ഈ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അതാണോ ഈ മരണകാരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ മരണത്തിന് അതാണ് കാരണം എന്ന കാര്യത്തിലേക്ക് ഔദ്യോഗികമായി എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പോലീസും പ്രാഥമികമായി സംശയിക്കുന്നത് ഈ ആത്മഹത്യക്ക് കാരണം, അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാകാം എന്നുള്ളൊരു നിഗമനം തന്നെയാണ്. പക്ഷേ എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ഈ ആസിഡ് ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യവും സംശയമുണ്ട്. കാരണം ഇവർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ. സരീഷ്, കുറച്ചും കൂടി ഈ വിഷയത്തിൽ ഞാൻ എത്താം. സരീഷിലേക്ക്. കാസർഗോഡാണ് കുടുംബത്തിലെ 3 പേർ ഈ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.